പ്രിയമുള്ള രക്ഷിതാക്കളോട്, നാട്ടുകാരോട് ഒരു 2-3 സംഗതികൾ മാത്രം ഒന്ന് പരസ്പരമുള്ള ഒരു ആശയ സംവാദം നടത്തി ഞാൻ അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുറ്റത്താണ് അണിനിരക്കുന്നത്. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ സർവേശ്വരനായ ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മനുഷ്യന് മാത്രമാണ് വിദ്യ നേടാനും പരിശീലിക്കാനും കഴിയുന്ന ഏക ജന്തു എന്ന് പറയുന്നത്. മറ്റെല്ലാ ജന്തു വിഭാഗങ്ങൾക്കും അവർ ജനിക്കുമ്പോൾ സഹജമായി ലഭ്യമാകുന്ന ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ചില അവബോധങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു താറാവ് കുഞ്ഞിനെ നിങ്ങൾ ജനിച്ച ഉടനെ വെള്ളത്തിലിട്ടാൽ ആ താറാവ് കുഞ്ഞ് നീന്തി അക്കരെ കടക്കും. പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഇട്ടാൽ ആ മനുഷ്യ കുഞ്ഞ് മരിച്ചു പോകും. മറിച്ച് ആ മനുഷ്യ കുഞ്ഞിന് ആ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ഒരു വിദ്യ നേടേണ്ടതുണ്ട്. നമുക്കറിയാം, ചിലന്തി ആദ്യകാലത്ത് വല നെയ്യുന്നതും ഒരുപോലെയാണ്, ചിലന്തി ഇപ്പൊ വല നെയ്യുന്നതും ഒരുപോലെയാണ്. നമുക്കറിയാം, ഏറ്റവും മനോഹരമായി കൂട് കൂട്ടുന്ന ഒരു കിളിയാണ് കുരിയാറ്റ കിളി. അത് പണ്ടേ കൂട് കൂട്ടുന്നതും ഇപ്പൊ കൂട് കൂട്ടുന്നതും ഒരുപോലെയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യർ പണ്ട് താമസിച്ചിരുന്നത് ഗുഹകളിലാണ്, പാറമടകളിലാണ്. ഇപ്പോൾ മനുഷ്യർ താമസിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച മലയാളത്തിലെ എല്ലാ ദിനപത്രങ്ങളും 2050 ഉണ്ടാകാനിടയുള്ള ഒരു ഭാവനാത്മകമായ റിപ്പോർട്ടിംഗ് നടത്തിയത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 2050 ജലസമൂഹത്തെ കുറിച്ചാണ്. സമുദ്രാന്തർ ഭാഗത്ത് താമസിക്കുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ചാണ്. അത് കേവലം ഭാവനയോ അതിശയോക്തിയോ മാത്രമല്ല, മറിച്ച് സംഭവിക്കാനിടയുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, പണ്ട് നമ്മളൊക്കെ എഴുതി കൂട്ടുകയായിരുന്നു. 2+3 = 5, 2² = 4, 9² = 81 നമ്മൾ കാണാതെ ഏഞ്ചുവടി കണക്ക് പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് കാൽക്കുലേറ്റർ വന്നത്. അത് ഇലക്ട്രോണിക്സ് രംഗത്ത് നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. എന്നാൽ അവിടെ നിന്നങ്ങോട്ട് പോയി ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകത്താണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ ലഘുവായ ഒരു സംഗതി മാത്രം എൻ്റെ പ്രിയമുള്ള ഉമ്മമാരോട് ഞാൻ പറയാം, അമ്മമാരോട് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച അബുദാബി എയർപോർട്ടില് നമ്മുടെ ബഹ്റൈനിലെ രാജാവ് വന്നിറങ്ങിയപ്പോ, സാധാരണഗതിയിൽ രാജാക്കന്മാരെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ ധാരാളം അംഗരക്ഷകരുണ്ടാകും. അദ്ദേഹത്തിന് പ്രസംഗത്തിന്റെ നോട്ട് എഴുതി കൊടുക്കാനുള്ള പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാകും. എന്നാൽ ബഹ്റൈൻ രാജാവിന്റെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ഒരു റോബോട്ട് മാത്രമാണ്. ആ റോബോട്ടാണ് ബഹ്റൈൻ രാജാവിന്റെ സെക്യൂരിറ്റി നോക്കുന്നത്. ആ റോബോട്ടാണ് ബഹ്റൈൻ രാജാവിനുള്ള പ്രസംഗത്തിനുള്ള സിനോപ്സിസ് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ 10-20 ആളുകൾ നിർവഹിക്കേണ്ട ഒരു ജോലിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഒരു റോബോട്ട് നിർവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനനുസൃതമായി ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ നിങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിൽ പറയുകയുണ്ടായി റോബോട്ടിക് ക്ലസ്റ്ററിനെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്, IECA അടുത്ത വർഷം മുതൽ തുടങ്ങാനിരിക്കുന്ന പദ്ധതിയെ കുറിച്ച്. അപ്പൊ IECAയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബോധന രീതി, അതിന് പറയാനുള്ളത് ടെക്നിക്കൽ പെഡഗോഗി എന്നുള്ളതാണ്. സാങ്കേതിക ബോധനശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഈ സ്കൂളുകളൊക്കെ നടത്തുകയാണ്. പല സ്കൂളുകളിൽ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമായി ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് എന്താണ് മോഡൽ സെൻട്രൽ സ്കൂളിന്റെ സവിശേഷത എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ മോഡൽ സെൻട്രൽ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എന്താണ് എൻ്റെ കുട്ടിക്ക് സവിശേഷമായിട്ട് ലഭ്യമാകുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റു ജീവജാലങ്ങളെ പോലെ കേവലമായ ഒരു ഭൗതിക ജീവിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സർവേശ്വരനായ സർവശക്തനായ പടച്ച തമ്പുരാന്റെ പ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെട്ട ഈ ഭൂമിയുടെ സംസ്കരണത്തിന് വേണ്ടിയിട്ട്, ഈ ഭൂമിയുടെ പ്രാതിനിധ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്. അറബിയിൽ അതിന്റെ ഖലീഫ എന്നാണ് പറയാറുള്ളത്. അത്തരത്തിലുള്ള ഒരു ഖലീഫ എന്നൊരു ദൗത്യം നിർവഹിക്കണമെങ്കിൽ കേവലമായ വിദ്യാഭ്യാസം, ഇൻഫർമേഷൻ അദ്ദേഹത്തിന് പോരാ. മറിച്ച് ആ
ഇൻഫർമേഷനെ, ആ വിവരത്തെ നോളേജ് ആക്കുന്ന, വിസ്ഡമാക്കുന്ന, ഒരു തിരിച്ചറിവ് കൂടി ലഭ്യമാകുന്ന അറിവായിട്ട് അതിനെ പരിണമിക്കുമ്പോൾ മാത്രമാണ് ഈ അറിവ് തിരിച്ചറിവാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ എന്നുള്ളത് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ഒരു കൽപ്പനയാണ്. ഭൂമിക്കൊരു താളമുണ്ട്, ഈ ഭൂമിക്കൊരു ലയമുണ്ട്, ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ അടിത്തറയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു BGM ഉണ്ട്, അടിസ്ഥാന സംഗീതമുണ്ട്. മനുഷ്യകരങ്ങൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ താളഭംഗം ഉണ്ടാകുന്നു, അപശ്രുതി ഉണ്ടാകുന്നു. അത് നേരെയാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ താളം വീണ്ടെടുക്കണം. ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ദൗത്യമായിട്ട് മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ കെമിസ്ട്രി ക്ലാസ്സിൽ അധ്യാപകൻ, എല്ലാ കെമിസ്ട്രി ക്ലാസ്സുകളിലും അധ്യാപകൻ വെള്ളത്തെക്കുറിച്ച് പഠിപ്പിക്കും, വെള്ളത്തിന്റെ രാസനാമം പഠിപ്പിക്കും. എന്താ വെള്ളത്തിന്റെ രാസനാമം പഠിപ്പിക്കുക? H2O. രണ്ട് തന്മാത്ര ഹൈഡ്രജനും ഒരു തന്മാത്ര ഓക്സിജനും ചേരുമ്പോൾ വെള്ളം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കും, എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം വെള്ളത്തെക്കുറിച്ചുള്ള പഠനം പൂർത്തിയാകുന്നില്ല. ഈ വെള്ളം, എൻ്റെ കിണറിലുള്ള വെള്ളം എൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകൾക്ക് കൂടി കുടിക്കാൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ധാർമ്മികമായ ഒരു വിദ്യാഭ്യാസം കൂടിയാണ് അതിനോടനുബന്ധിച്ചുകൊണ്ട് നൽകാൻ കഴിയുമ്പോഴാണ് ആ പഠനം പൂർത്തിയാവുക. കുടിവെള്ളം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കുടിവെള്ളത്തിനും പിന്നെ കാർഷിക ജലസേചനത്തിനുമാണ്, അല്ലാതെ ജലചൂഷണം നടത്തുന്ന വമ്പൻ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അല്ല എന്നുള്ള ഒരു രാഷ്ട്രീയമായ തിരിച്ചറിവ് കൂടി വിദ്യാലയങ്ങളിൽ നിന്ന് നൽകപ്പെടുമ്പോഴാണ് വെള്ളത്തെക്കുറിച്ചിട്ടുള്ള, നമ്മൾ പാലക്കാട് ജില്ലയിലാണ് നിലകൊള്ളുന്നത്, പാലക്കാട് ജില്ലയിലാണ് ലോകത്ത് തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു സമരം നമ്മുടെ അയൽപ്പക്കത്തെ പ്ലാച്ചിമടയിൽ നടന്നത്. അപ്പൊ H2 എന്ന് മാത്രം പഠിപ്പിച്ചാൽ പോരാ, ആ ജലം എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കഥയുണ്ട്. വളരെ നല്ല ആരാധനാ നിഷ്ഠയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതിരുന്നപ്പോ, അല്ലെങ്കിൽ പൂച്ചയെ കെട്ടിയിട്ടപ്പോ അവർ നരകത്തിലും, വളരെ മോശമായി നടക്കുന്ന ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ സ്വർഗത്തിലും കടന്ന ഒരു കഥയുണ്ട്. അതിന്റെ ആധികാരികതയല്ല, മറിച്ച് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് മഹത്തായ ഒരു മൂല്യമാണ്. നമുക്കറിയാം, നമ്മൾ ഫിസിക്സില് നമ്മൾ പ്രകാശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്താ പ്രകാശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് കഴിയുമെന്നുള്ളതാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ആ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുക, പ്രകാശ വർഷം എന്ന് പറയുക. അത് ആളുകൾ കൂട്ടിയിട്ടുണ്ട് 9.46 ട്രില്യൺ കിലോമീറ്റർ ആണ്. അതായത് 9.46 ലക്ഷം കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുക. ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ദൂരം പ്രകാശ വർഷങ്ങളാണ്. ഒരു പ്രകാശ വർഷമല്ല, അനേകായിരം പ്രകാശ വർഷങ്ങളാണ്. ഇതൊരു സൗരയൂഥത്തിന്റെ, ഒരു മിൽക്കി വേയുടെ കഥയാണ്. ഇങ്ങനെയുള്ള 10,000കണക്കിന് മിൽക്കി വേ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു വൈപുല്യത്തെ കുറിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്നത് 10 ലക്ഷം കോടി കിലോമീറ്റർ ആണെങ്കിൽ, അങ്ങനെയുള്ള അനേകം പ്രകാശ വർഷങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് എത്താൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിനെ ആകെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച്, ഒരു പടച്ചവനെ കുറിച്ച്, ഒരു സർവേശ്വരനെ കുറിച്ച്, ഒരു കർത്താവിനെ കുറിച്ച്, ഒരു അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ബോധം ഒരു കുട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ കുട്ടിയിൽ മൂല്യബോധത്തിന്റെ അടിത്തറ ഉണ്ടാകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ഒരു ശക്തി, ശരിയായിട്ടുള്ള ഒരു മൂല്യാർത്ഥവത്തായിട്ടുള്ള അടിസ്ഥാന ബോധന രീതി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, വെള്ളത്തെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ അനുതാപത്തോടു കൂടി കാണാനുള്ള ഒരു മനസ്സ്, ഒരു എംപതറ്റിക് മനസ്സ് ഉണ്ടാവണം. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ നോക്കാറുള്ളത് ഇന്റലിജൻസ് കോഷ്യന്റിനെ കുറിച്ച്. ഇന്റലിജൻസ് കോഷ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്ക് ബുദ്ധി ഉണ്ടോ എന്നുള്ളത്. എന്നാൽ പുതിയ കാലത്ത് IQ മാത്രം പോരാ, പുതിയ കാലത്ത് EQ കൂടി വേണം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇമോഷണൽ കോഷ്യന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അനുകമ്പ വേണം, ദീനാനുകമ്പ വേണം. ഇപ്പൊ നമ്മുടെ ജില്ലയിലാണ് അക്കീത്ത നമ്പൂതിരി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു ചെറുപുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ എൻ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിലാ പൗർണമി. അതായത് മറ്റുള്ളവരുടെ ദുഃഖത്തിലെ ഒരു കണ്ണീർ പൊഴിക്കാൻ, മറ്റുള്ളവരുടെ സന്തോഷത്തോടൊപ്പം നിന്ന് ഒരു ചെറു പുഞ്ചിരി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യപ്പറ്റുള്ള ആളുകളായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റണം. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. അതായത് പ്രപഞ്ചത്തെക്കുറിച്ച്, ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഏറ്റവും സവിശേഷ സൃഷ്ടിയായ മനുഷ്യരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, ഈ പ്രകൃതി
പ്രകൃതിയെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മൂല്യവത്തായ അധ്യാപനം കൂടി മറ്റെല്ലാ പഠനത്തിൻ്റെയോടൊപ്പം കൊടുക്കുന്നു എന്നുള്ളതാണ് മോഡൽ സെൻട്രൽ സ്കൂളിന്റെ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഒരൊറ്റ സംഗതി കൂടി പറയാനുണ്ട്. അത് എന്ന് പറയുന്നത്, ഒരുപാട് പുതിയ തെറ്റായ ചിന്താരീതികൾ നമ്മുടെ ജീവിതത്തെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മുടെ പുതുതലമുറയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ലിബറൽ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരമാണ് എൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത്. അതൊരു ശുദ്ധമായ അബദ്ധമാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ശരീരം നമ്മുടെ ചോയ്സ് അല്ല. അപ്പൊ നമുക്കറിയാം, 5 വർഷം മുമ്പാണ് കൊറോണ വൈറസ് നമ്മുടെ നാടിനെ അടക്കി ഭരിച്ചത്. US പ്രസിഡന്റ് ട്രംപ് പോലും അന്ന് 40 ദിവസം വീടിലിരുന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വീടിലിരുന്നിട്ടുണ്ട്. അതായത് ഒരു വൈറസ് തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ 6 അടി ഉയരത്തിലുള്ള ഒരു മനുഷ്യനായി തീരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. നമ്മൾ ഓരോരുത്തരും എവിടെ ജനിക്കണമെന്ന് നമ്മുടെ സ്വാതന്ത്ര്യമല്ല. അപ്പോൾ അത് ശുദ്ധമായ വിവരക്കേടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ജീവിതം പരമാവധി ആസ്വദിക്കണം, പരമാവധി എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ പുതുതലമുറയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള ഒരുപാട് സംവിധാനത്തെ തകർക്കും. അതിൽ പരിക്ക് പറ്റുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. കുടുംബ സംവിധാനം എങ്ങനെയാണ് തകരുന്നത്? എനിക്കിപ്പോൾ വിവാഹം വേണ്ട, എനിക്കിപ്പോൾ പ്രസവം വേണ്ട, ലേറ്റ് മാരി ലേറ്റ് ക്യാരി എന്നുള്ള ഒരു പ്രയോഗത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ വരികയാണ്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് തണലാണ്. ആർക്കൊക്കെയാണ് കുടുംബ തണലായിട്ടുള്ളത്? നമ്മുടെ നാട്ടിലെ വൃദ്ധരായ ആളുകൾക്ക് കുടുംബം തണലാണ്, നമ്മുടെ കുട്ടികൾക്ക് കുടുംബം തണലാണ്, നമ്മളുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നമ്മുടെ കുടുംബം തണലാണ്. എന്ന് മാത്രമല്ല, ഈ ആലത്തൂർ ടൗണിലൂടെ ഒരു ഭ്രാന്തന് നടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് കേവലം ഒരു ഭ്രാന്തനാണ്. പക്ഷെ ആ ഭ്രാന്തന് ഒരു സഹോദരനുണ്ട്. ആ ഭ്രാന്തൻ ഒരാളുടെ പിതാവായിരിക്കാം, ഒരാളുടെ അമ്മാവനായിരിക്കാം. ആ മാനസിക രോഗി അയാളുടെ വീട്ടിൽ അയാൾ പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. ഇതൊക്കെ കുടുംബമുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ഒരുപാട് ദുർബലരെ താങ്ങാനുള്ള ഒരു കരുത്തുള്ള സ്ഥാപനമായിട്ട് നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ആ കുടുംബം വേണ്ട എന്നൊരു ചിന്താഗതി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ ലിബറൽ കാഴ്ചപ്പാടുകളെയൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെ കൃത്യമായി അത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. നമുക്കറിയാം, ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താങ്ങ് എന്ന് പറയുന്നത് ആ വീട്ടിലെ അമ്മയാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്. ആ ഉമ്മയാണ് ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥ നമുക്കറിയാം. അദ്ദേഹം വർഷങ്ങളോളം നാട് വിട്ട് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോ രാത്രി 2 മണിയാണ് സമയം. അപ്പോൾ അദ്ദേഹം വാതിൽ മുട്ടുമ്പോ ഉമ്മ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ഉമ്മ ഒന്നും പറയാതെ, മോനെ കൈ കഴുകി ഭക്ഷണം കഴിച്ചോ, എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വർഷങ്ങളായി നാട് വിട്ടു പോയിട്ട് ബഷീർ അന്തം വിട്ടുകൊണ്ട് ഉമ്മായോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മ, ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാണ് ഉമ്മ അറിഞ്ഞത് എന്ന്. അപ്പൊ ഉമ്മ പറയുന്നുണ്ട്, നീ പോയ അന്ന് മുതൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി നിന്നെ കാത്തിരിക്കാറുണ്ട് എന്നാണ് ആ ഉമ്മ പറയുന്നത്. ഇതാണ് ഉമ്മ. കൽപ്പറ്റ നാരായണ മാഷ് നമുക്കറിയില്ലേ, കേരളത്തിലെ പ്രശസ്തനായ കവിയാണ്. അദ്ദേഹം തൻ്റെ അമ്മ മരിച്ചപ്പോൾ കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയ ഒരു ചെറിയ കവിതയുണ്ട്. എൻ്റെ അമ്മ മരിച്ചത് എനിക്ക് ആശ്വാസമായി, എനിക്കിനി ധൈര്യമായിട്ട് അത്താഴ പശ്നി കിടക്കാം, ആരും എന്നെ സ്വൈര്യം കെടുത്തുകയില്ല, എനിക്ക് ഇനി ധൈര്യമായിട്ട് തല തുവർത്താതെ ഇരിക്കാം, ആരും വന്ന് ഇഴപിരിച്ച് നോക്കുകയില്ല, എനിക്കിനി ഉറക്കം തൂങ്ങിക്കൊണ്ട് കിണറിന്റെ ആൾമറയിൽ ഇരുന്നു കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ അസ്വസ്ഥപ്പെടുത്തില്ല, എനിക്കിനി എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വീടിന്റെ വിളക്ക് ഇന്നലെ കെട്ടു, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വീടിന്റെ വിളക്ക് ഇന്നലെ കെട്ടു. ഒരു അമ്മ മരിച്ചപ്പോൾ കൽപ്പറ്റ നാരായണ മാഷ് എഴുതിയതാണ്. അങ്ങനെ നമ്മുടെയൊക്കെ വീടിന്റെ വിളക്കായിട്ട് ഉമ്മമാരും അമ്മമാരും നിറയെ കുട്ടികളും പിന്നെ വൃദ്ധരും ഭിന്നശേഷിക്കാരും ഒക്കെയുള്ള ഒരു കുടുംബ സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ തകർക്കുന്ന ചിന്താഗതികളോടുകൂടിയുള്ള ഒരു ജാഗ്രത നമുക്ക് വേണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോടും സഹോദരന്മാരോടും സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ബോധനങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭ്യമാകുമെന്നും കൂടി സാന്ദർഭികമായിട്ട് പറയുകയാണ്. നമ്മുടെ കുട്ടികൾ, മൂന്നാമതായിട്ട് പറയാനുള്ളത്, കുട്ടികൾക്ക് ഒരുപാട് അഭിലാഷങ്ങൾ ഉണ്ടാകും. ഇവിടെ പറഞ്ഞു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും, 8ാം ക്ലാസ്സിൽ വെച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ഡോക്ടറോ എഞ്ചിനീയറോ സിവിൽ സർവൻറ്റോ ആകണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ആ കുട്ടിയുടെ അഭിരുചി വേറെയാണെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചാണ് നിങ്ങൾ അദ്ദേഹത്തെ മോൾഡ് ചെയ്യേണ്ടത്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു ദാർശനികരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളല്ല, നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളല്ല, മറിച്ച് നിങ്ങളിലൂടെ വന്നവർ മാത്രമാണ് അവർ. നമ്മൾ ആ കുട്ടികളെ കൊണ്ടുവന്നവർ മാത്രമാണ്. ഓരോ കുട്ടികളും സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിരുചികൾ കൂടി നമ്മൾ പരിഗണിക്കണമെന്നാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. നാലാമതായിട്ട് പറയാനുള്ളത് വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് പ്രത്യേകിച്ചും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ലഹരി വളരെ വ്യാപകമായ സ്വഭാവത്തിൽ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ, പ്രവാചകന്റെ ഒരു വചനമുണ്ട്, ഓരോ കുട്ടികളും അവരുടെ സുഹൃത്തിന്റെ ആദർശത്തിലാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ കൂട്ടുകെട്ട് നമ്മൾ കൃത്യമായും തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അഞ്ചാമതായിട്ടും അവസാനമായിട്ടും എനിക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോടും സഹോദരന്മാരോടും പറയുന്നത്, നമ്മുടെ നാട് വളരെ വലിയ അസ്വസ്ഥമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദമായിരുന്നു. എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും അതിനുപരിയായിട്ട് പരസ്പരം സ്നേഹിക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സ്വച്ഛന്തമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്നും അതിന് വലിയ പോറലേൽപ്പിച്ചിട്ടില്ല, പോറലേറ്റിട്ടുമില്ല. പക്ഷെ അത് തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ അതിൽ വശംവദരാവരുത്. നമുക്ക് എല്ലാ വിഭാഗീയതകൾക്കും അതീതമായിട്ട് ഏകോദര സഹോദരങ്ങളായിട്ട് ഒരു മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിലാണ് നമ്മുടെ ഈ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെലസ്റ്റിയക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. വാഹ്റദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു.